പക്ഷെ ഇന്ന് മഴ ചാറുന്നുണ്ട്. ഇന്നപ്പോൾ എന്താ പറയുക, ഇന്ന് ഓൾ ടൗൺ അവധിയാണ്, ക്രിസ്മസ് ആയതുകൊണ്ട്. ഇനിയിപ്പോൾ ഫുഡ് അടിക്കാൻ വല്ല കടയുണ്ടോ എന്ന് തപ്പണം. ഇവിടെ സബ്വേയിലെല്ലാം ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരെ കിടപ്പുണ്ട്. പറ, ഹോട്ടലിലേക്ക് പോവാം. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്, സംഘം. പോവാം. പ്രിസൈസ് ആയിരിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓപ്പണാണ്. എന്താ അവസ്ഥയെന്ന് നോക്കാം. വേറെ ചിരി നിർത്താൻ പറ്റാത്ത ഈ താളി പറയാമെന്ന് വിചാരിച്ച്, പിന്നെ ഒരു ചായയും പറയാമെന്ന്. ഏകദേശം അത് രണ്ടും മാത്രം ഒരു 30 യൂറോയ്ക്ക് അടുത്ത് വരും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സാധനം വരുന്നിടം വരെ. എന്താ അവസ്ഥ നോക്കാം. ചായ വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു ആപ്പിൾ ജ്യൂസാണ് പറഞ്ഞത്. അപ്പോൾ ചായക്കും ആപ്പിൾ ജ്യൂസിനും കൂടെ ഏകദേശം 4 യൂറോ ആണ്. ഓക്കെ, ചായ എങ്ങനെയുണ്ട്? പോരെന്തത്? ഓക്കെ, പക്ഷെ കട്ടിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ പറഞ്ഞതൊരു പ്ലാറ്ററാണ്. അതിനകത്ത് റൈസുണ്ട്, പിന്നെ ചിക്കനുണ്ട്, 2 മീറ്റും 1 വെജിറ്റബിളും ആണ്, പിന്നെ നാനും ഉണ്ട്. എന്തായാലും കഴിച്ചു നോക്കാം. ആയിട്ടോ, അത് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് കറിയാന്ന് അറിയത്തില്ല, എടുത്ത് നോക്കാം. ഇവിടെ അല്ല, അവിടെ വെച്ചോ. ചിക്കൻ, പിന്നെ കുറച്ച് പരിപ്പ്, ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ടേസ്റ്റാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്, എല്ലാത്തിനും നല്ല ടേസ്റ്റും ഉണ്ട്. നൈസ് ഫുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നാനുണ്ട്. ഇനിയിപ്പോൾ റൈസ് തീർന്നു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചു നോക്കാം. പരിപ്പെടുത്തു മാറ്റിലേക്ക് ആക്കിയുണ്ടോ? കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്. എല്ലാം ഭയങ്കര കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റുണ്ട്. നമുക്ക് കുറച്ച് നാൻ കഴിച്ചു നോക്കാം. കുറച്ച് മട്ടൺ എടുക്കാം. ഫുഡൊക്കെ അടിപൊളിയാണ്. കുറച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷെ എന്നാലും ഇന്ത്യൻ ഫുഡ് ആയതുകൊണ്ട് അത്യാവശ്യം റേറ്റ് എന്തായാലും എല്ലാ സ്ഥലത്തും ഉണ്ടാകും. കൊള്ളാം, എന്തായാലും കഴിച്ചിട്ട് വരാം. അപ്പോൾ നമുക്കൊരു ടൈപ്പ് തൈര് തന്നിട്ടുണ്ട്. സൂപ്പർ തൈര്. നമ്മൾ ഓർഡർ ചെയ്ത ഗുലാബ് ജാം വന്നിട്ടുണ്ട്. കഴിച്ചു. നൈസാ? സൂപ്പർ സാധനം. നല്ല നെയ്യും നല്ല മധുരവും നല്ല ചെറിയൊരു ചൂടും. സൂപ്പർ സാധനം, ഒന്നും പറയില്ല. 5 സ്റ്റാർ. അപ്പോൾ ഏകദേശം 38 യൂറോ ആണ് നമുക്കായത്. പക്ഷേ 38 യൂറോയിൽ ഓരോ യൂറോയും വർത്തായിരുന്നു. സൂപ്പർ ഫുഡ്. 5 സ്റ്റാർ റേറ്റിംഗ് ഉറപ്പായിട്ട് ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം. ടൗണിലെ മെയിൻ ഒരു ഫോർട്ടാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫ്രീ മങ്കി മൗണ്ടൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അഫൽസീന അങ്ങനെ എന്തോ ഒരു സ്പോട്ടാണ്. അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ അവിടുന്ന് ഒരു 5 മിനിറ്റ് പോലും നടന്നില്ല. വേറൊരു
റെസ്റ്റോറൻറ്റ്, അതും ഇഷ്ടംപോലെ ഇന്ത്യൻ ഡിഷ്. ഇനിയിപ്പോൾ എന്തായാലും വയറ് പറഞ്ഞ് സ്ഥലമില്ല, ഇനിയിപ്പോൾ അത് കാരണം തിരിച്ചു വന്നിട്ട് നാളെ തന്നെ ഞാൻ ഇവിടേക്ക് വരും. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് പോകാം. അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ വൈകുന്നേരം ഇവിടെ തന്നെ കറങ്ങി നിന്ന് ഇവിടുന്ന് വേറെ റൗണ്ടും കൂടെ കഴിച്ചിട്ട് പോവാം. ന്യൂറംബർഗ് ഓൾഡ് ടൗണിലെ ചർച്ചാണിത്. ഇന്നധികം തിരക്കില്ലാത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് വീഡിയോ എടുക്കുക. ഫുള്ള് അവധിയാണ് ക്രിസ്മസ് മാർക്കറ്റൊക്കെ. ഇപ്പം നമ്മൾ പോകുന്നത് ഇച്ചിരി ഹൈറ്റുള്ള സ്ഥലത്താണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ ന്യൂറംബർഗിൻ്റെ ഒരു മേളിൽ നിന്നുള്ളൊരു വ്യൂ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല സുഖമുണ്ട്, കാരണം തീരെ തിരക്കില്ല വഴിയിലൊന്നും. ന്യൂറംബർഗിലെ ക്രിസ്മസ് മാർക്കറ്റ് ഫുൾ അടച്ചിരിക്കുകയാണ്, പക്ഷെ നല്ല രസമുണ്ട് മേളിൽ നിന്നുള്ള വ്യൂ കാണാൻ. ആ മലയുടെ മേളിലെത്താറായി. എവിടെ ടവർ കാണുന്ന ആ ഭാഗത്താണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. എന്തായാലും കുറച്ച് കയറ്റമുണ്ടോ, കയറി നോക്കാം. പഴയ മോഡൽ ബിൽഡിങ്ങുകളൊക്കെയാണ്. അതിൻ്റെ മേളിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല അപ്പുറത്ത് പോയി നോക്കാം. എന്തായാലും ഒരു രക്ഷയില്ല, പക്ഷെ കോടയുള്ള കാരണം അത്ര അറ്റത്തേക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും കിണ്ണം വ്യൂ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. രക്ഷയില്ല, കുറച്ച് കോടം കൂടി കിടക്കുകയാണ്, എന്നാലും രസമുണ്ട്. ഇവിടെ ഇപ്പോൾ കോട മാറി കുറച്ച് ക്ലിയറായി വരുന്നുണ്ട്. എന്നാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങാനായിരിക്കുന്നു. ഇപ്പം 5 മണിയൊക്കെ ആവാറായി തോന്നുന്നു. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇനിയിപ്പോൾ വെളിച്ചമൊക്കെ പോകും. അപ്പോൾ ഏകദേശം ഇന്ന് നമ്മൾ സെറ്റായിരുന്നു, കാരണം ഭയങ്കര ഒട്ടും ഹെക്റ്റിക്കലായിരുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റ് ഇന്ന് അവധിയാണ്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. വരുവാണെങ്കിൽ ഈ സമയത്ത് വരണം, എന്നാലേ ഇത്ര ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പം ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. രണ്ടാമതും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്ന് നമ്മളിവിടെ ഒരു കോഫി മാത്രമേ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. കാണിച്ചു തരാം. അക്മലവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഫി ഇതാണ്. ഞാൻ ആ വീഡിയോ എടുക്കുന്നത്, അതിൻ്റെ ആയിട്ടുള്ള കുറേ മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും. അക്മൽ എന്തേ പറയാനുണ്ടോ നേരത്തെ പോയ കടനെ കുറിച്ചിട്ട്? അവിടെ റേറ്റ് കൂടുതലായിരുന്നു. നമ്മളിവിടെ വന്നപ്പോഴാണ് അത് മനസ്സിലാക്കിയത്, അവിടെ റേറ്റ് കൂടുതലാണ്. പക്ഷേ ഇല്ല, ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് നമുക്കതൊരു വലിയ മോശമായി നമ്മൾ വിചാരിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഓരോ അബദ്ധം പറ്റുമ്പോഴാണല്ലോ നമ്മൾ ഒക്കെ ശരിയാക്കി എടുക്കുന്നത്. ഓക്കെ, ഇനി ഫുഡൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് കാണാം. ഓക്കെ, ബിസ്ക്കറ്റ് ഞാനിത് പാൽ കാപ്പി എന്ന് കരുതി മേടിച്ചതാണ്. പക്ഷേ അതെ, പക്ഷെ കുഴപ്പമില്ല. എനിക്ക് ചെറിയൊരു തലവേനൊക്കെ ഉണ്ട്, പക്ഷെ ഇത് കുടിച്ചാൽ സെറ്റാവുന്നതാണ്. അത് സെറ്റാക്കണം. എങ്ങനെയുണ്ട്? സോ ഗുഡ്.
ഉണ്ടാക്കുന്നത്. കൊള്ളാം. ദോശയൊക്കെ നല്ല കറക്റ്റ് വേവ്, കറക്റ്റ് നെയ്യുടെ ടേസ്റ്റ് എല്ലാം കൊള്ളാം. പക്ഷേ ഇവിടുത്തെ കടയിലെ ചില ജോലിക്കാരെയാണ് സഹിക്കാൻ പറ്റാത്തത്. വേറെ പ്രശ്നമില്ല, ഫുഡൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഫുഡാണ്. അപ്പോൾ ഓക്കെ, നമ്മളൊരു ഡോണർ കബാബ് വാങ്ങിക്കാൻ വന്നതാണ്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല, എങ്ങനെ ഉണ്ടെന്നോ. ഇവിടുന്ന് ഒരു പ്രൈമിൻ്റെ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. കുറേ നാളായിട്ട് ഇത് കുടിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 3 യൂറോയ്ക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. എന്താ അവസ്ഥ എന്നറിയില്ല, നോക്കാം. അപ്പോൾ നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലെത്തി. അത്യാവശ്യം ടയേർഡായി. അപ്പോൾ ഫുഡൊക്കെ വാങ്ങിച്ചാണ് വന്നത് രാത്രി കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതും വാങ്ങിച്ച്. അപ്പോൾ ഇത് കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഇതിൽ അവർ എന്താ പറയുക, ഷുഗർ ആഡ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. പക്ഷെ നല്ല മധുരമുണ്ട് ഇതിന്. എന്താണെന്ന് അറിയത്തില്ല, ഇതിനകത്ത് ഷുഗറൊക്കെ 0.5 ഒക്കെ കാണിക്കുന്നുള്ളൂ. പക്ഷെ നല്ല മധുരമുണ്ട്, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സാധനത്തിന്. ഞാൻ സാധാരണ കുടിക്കാറുണ്ട് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇത് നല്ല സൂപ്പറായിട്ടുണ്ട്. എന്നാ കുടിച്ചു. നല്ല മധുരം, നല്ല മധുരമുണ്ട് ഇതിന്. എന്തൊക്കെ ആഡ് ചെയ്തെന്ന് അറിയില്ല. നാളെ നമ്മളൊരു എങ്ങോട്ടേക്ക് ഒരു ക്യാസിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ കാണാം. ബായ്.